മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനുള്ള ഒരു സംഭവം. ഗാന്ധിജി ഒന്നും ഇന്ത്യ ഒന്നുമല്ല. ഇന്ത്യയെ രക്ഷിച്ചതിന് കേട്ടോ ഗോഡ്സെയുടെ താല്പര്യമുണ്ടെന്ന് ഒരു ഒരു കോളേജ് അല്ലേ, അതായത് NIT പഠിപ്പിക്കുന്ന ഒരു ലെക്ചർ ഇത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ളതാണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇവരെ കയറ്റാൻ കൊള്ളാമോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീമതി ഷൈജ ആണ്ടവൻ എന്നാണ് അവരുടെ പേര്, ഞാൻ മാധ്യമങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ടുകാരിയാണെന്ന് അതിനകത്തുണ്ട്. പറഞ്ഞേക്കുന്നത് ഇതേപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനകത്ത് അതായത് മഹാത്മാഗാന്ധി അത്രത്തോളം ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും നമ്മൾ കണ്ടിട്ടില്ല വേറെ. അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇന്ത്യയെ രക്ഷപ്പെടുത്തിയതിന് നന്ദിയാണ് പറഞ്ഞേക്കുന്നത്. അതിനെ അഭിമാനമുണ്ടെന്ന് ആണ്. എന്ന് വെച്ചാൽ നാഥുറാം വിനായക് ഗോഡ്സെയെ അവരംഗീകരിക്കുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് വിചാരണ ചെയ്യപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവനാണ് അയാൾ ഗാന്ധിജി, അതായത് ഇന്ത്യയുടെ ആകെ ഉള്ള അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ മതേതര മുഖം അതായിരുന്നു ഗാന്ധിജി. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാം ഒരേപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ഗാന്ധിജി. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. രാമൻ്റെ കൂടൊപ്പം റഹീമിനെയും ചേർത്ത് പറയുന്നതായിരുന്നു ഗാന്ധിജിയുടെ മതം. അതാണ് ഗാന്ധിജിയുടെ മതം എന്ന് പറയുന്നത് തന്നെ. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മതം ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനമാണ് എൻ്റെ മതം, അതായിരിക്കണം രാഷ്ട്രീയക്കാർക്ക് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ മതം അനുഷ്ഠിച്ചിരുന്ന ഒരാൾ അദ്ദേഹത്തിനെ ക്രൂരമായി വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. ആ വെടിവെച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ ആളെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് അയാളെ വിചാരണ നടത്തി തൂക്കിലേറ്റപ്പെട്ടു. അതിൽ സവർക്കർക്കെതിരെ തെളിവുകളുടെ അഭാവം ഉണ്ടെന്നുള്ള കാരണത്താൽ സവർക്കർ വെറുതെ വിട്ടു. ആ കേസിനകത്ത് പ്രതിയായിരുന്നു സവർക്കർ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനെ ന്യായീകരിക്കുക, അതായത് നാഥുറാം വിനായക് ഗോഡ്സെ ന്യായീകരിക്കുക, അയാൾ ഏറ്റവും നല്ലവനായിരുന്നു എന്ന് പറയുക, അയാൾ ഇന്ത്യയെ രക്ഷപ്പെടുത്തിയെന്ന് പറയുക. ഇവരെന്ത് കാഴ്ചപ്പാടാണ് ഈ സ്ത്രീക്കുള്ളത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്താ മനസ്സിലാക്കിയേക്കുന്നത്? ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ഉദ്യാനം തന്നെയല്ലേ ഇന്ത്യ? നാനാ ജാതി മതസ്ഥർ, അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ, നാനാ തരത്തിലെ ഭാഷകൾ സംസാരിക്കുന്നവർ, ഇവരെല്ലാം ഒത്തുകൂടുന്ന ഇതെല്ലാം പൂക്കളെപ്പോലുള്ളതല്ലേ? അത്രയും സന്തോഷിക്കേണ്ടത് ഒരു ഉദ്യാനത്തിൽ വേണ്ടത് ഇതെല്ലാം അല്ലേ? അതെല്ലാം കൂടെ ഒന്നാക്കേണ്ടതാണോ കാര്യം? അതാണോ ഇന്ത്യ? ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത്, എല്ലാ രാജ്യങ്ങളിലും വെച്ച ഇന്ത്യയുടെ ആകർഷണീയത എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാനാത്വമാണ്. ആ നാനാത്വത്തിൽ ഏകത്വം കാണുന്നതാണ് നമ്മുടെ സൗന്ദര്യം, ഇന്ത്യയുടെ സൗന്ദര്യം. ഇതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. ഇവരെ പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞു. അത് NIT അല്ല, ഏത് സ്ഥാപനവും ആവട്ടെ. അപ്പോൾ ഇനി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായതുകൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള വൃത്തികെട്ട വാചകങ്ങൾ പറയാനിടയാവുന്നത്. എല്ലാ ഭാരതീയനെയും നോവിക്കുന്നതല്ലേ അവരുടെ വാക്കുകൾ? ഗാന്ധിജി ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നോവിക്കുന്നതല്ലേ അവരുടെ വാചകങ്ങൾ? എനിക്ക് അതിനകത്ത് വളരെ വെറുപ്പ് തോന്നി കേട്ടപ്പോൾ. കാരണം എനിക്ക് ഗാന്ധിജിയെ അത്രത്തോളം എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാ? ആദ്യം ആലോചിച്ച് നോക്കിക്കോളൂ. അത് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അതേപോലെ തന്നെ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഇവർക്കെല്ലാം പ്രിയപ്പെട്ട ആളായിരുന്നു ഗാന്ധിജി. ഇത്രത്തോളം വിശ്വമഹാകവി മഹാത്മാ എന്ന് പേരിട്ട ഒരാളെ, അവരെയാണ് ഈ സ്ത്രീ, ഒന്നുമല്ലാത്ത ഈ സ്ത്രീ ഇതേപോലെ ഈ രീതിയിൽ പറയുന്നത്. ഈ സ്ത്രീത്വത്തിനെ തന്നെ അപമാനിക്കുന്നതല്ലേ അവർ? ഏതെങ്കിലും സ്ത്രീ മഹാത്മാഗാന്ധി ഇഷ്ടപ്പെടാത്തവരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ആരെയും. ചിലർ പ്രതീകാത്മകമായിട്ട് ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടാക്കി വെടിവെച്ച് കൊല്ലുന്നതും രൂപം ഉണ്ടാക്കി ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അവരെ മനുഷ്യ സ്ത്രീയായിട്ടൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ അവരെ മനുഷ്യരായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. അതായത് മാനുഷിക മൂല്യമുള്ള ഒരാളും ഈ രീതിയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയത്തില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളത് ചെന്ന് നോക്കണം, മഹാത്മാഗാന്ധി ആരായിരുന്നു എന്ന്. മഹാത്മാഗാന്ധിയുടെ മണ്ണിൽ നമ്മൾ വരുന്നു എന്നാണ് അവർ കാണുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ പോകാനിടയായി. ഞാനും ഭാര്യയും കൂടെ കേപ്പ് ടൗണിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അങ്ങോട്ട് ഇറക്കി വിടാൻ. അപ്പോൾ അതിന് മുമ്പ്, ആ ഇമിഗ്രേഷനിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ്, അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു സായിപ്പ് അയാളുടെ അണ്ടർവെയർ ജട്ടി ഒഴിച്ച് ബാക്കി മുഴുവനായിട്ട് ഊരിക്കൊണ്ട് നിൽക്കുകയാണ്, ചെരുപ്പും എല്ലാം. അവർ നല്ല കർമ്മന്മാരാ നിന്ന് പരിശോധിക്കുന്നത് കേട്ടോ.
അയാളുടെ ദേഹത്തൊക്കെ പിടിച്ച് ഞെക്കി നോക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇത് വലിയ ബത്തപ്പാട്, ഞാൻ സൂട്ടിട്ടേക്കാണ്, ബത്തപ്പാടായല്ലോ, എങ്ങനെ പോവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യു ആർ ഫ്രം ഇന്ത്യ, ആ ഫ്രം ഗാന്ധിജീസ് നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പരിശോധനയും ഞങ്ങൾക്കില്ല ഇന്ത്യക്കാർക്ക്. ഈ സായിപ്പന്മാരെ അവർ ഇതുപോലെ ചെയ്യും, എന്നിട്ട് ചിരിക്കുന്നവർ എന്നെ നോക്കിയ കാരണം എന്തെന്നറിയോ, ഈ സായിപ്പന്മാർ അവരെ ബ്രിട്ടീഷുകാർ അവരെ ഇട്ട് ചവിട്ടി തേച്ചത് അവർ മറക്കുന്നില്ല. അതാണ് കാര്യം. നെൽസൺ മണ്ടേലെ ജയിലിൽ എത്ര വർഷങ്ങൾ കിടത്തിയത് അവർ മറക്കുന്നില്ല. അവർക്കത് വലിയ ദീപ്തമായ ഓർമ്മകളാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. അവർ അത് തിരിച്ചറിയുന്നു. അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ പ്രതികരിക്കുന്നു. അതാണ്. അപ്പോൾ ഇന്ത്യയുടെ യശസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ ആയാലും ഗാന്ധിജീസ് നേഷൻ എന്നാണ് അവർ പറഞ്ഞത്. അവിടുന്ന് വരുന്ന ആളുകളായതുകൊണ്ട് ആ റെസ്പെക്റ്റാണ് ഞങ്ങൾക്ക് തരുന്നത്. അല്ലാതെ ഇപ്പോൾ കമാൽ പാഷ എന്ന് പറയുന്ന ആളിനെ അവിടെ ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഇവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണെന്ന് അറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് അവർക്കറിയാം. പക്ഷേ ഈ സ്ത്രീക്ക് അറിയില്ല. ഇതാണ് പ്രശ്നം. ഇങ്ങനെ ആകരുത് നമ്മുടെ നാട്. ഗാന്ധിജി ഒന്നും മറക്കരുത്. ഗോഡ്സയെ പുകഴ്ത്താനും പോകരുത്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പണ്ട് NV കൃഷ്ണവാര്യർ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയേ ഉള്ളൂ. മഹാത്മാഗാന്ധി തെരുവിൻ്റെ ഓരത്ത് റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നു റേഷൻ വാങ്ങാൻ. അപ്പോൾ മുന്തിയ കാറിനകത്ത് ഗോഡ്സെ അതിലൂടെ കടന്നു പോകുന്നു. ഇതാണ് പറഞ്ഞത്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ വാചകങ്ങൾക്ക്. അതായിരിക്കരുത് നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെ ആകരുത്. ഒരു ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കാൻ പഠിക്കണം ആദ്യം. അതുപോലും അറിയാത്ത ആളുകൾ കലാലയങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു രീതിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും കാണുമ്പോൾ ഇന്ത്യ സെക്യുലറിസ്റ്റ് കൺട്രി, അതായത് ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ, അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഇന്ത്യ, ഇന്നിപ്പോൾ അങ്ങനെ അറിയപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ ഈ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ ഈ രീതിയിലേക്ക് അത് മതരാഷ്ട്രമായിട്ട് അധപ്പതിക്കുന്നതിൻ്റെ, അതിലേക്ക് കാല് മാറുന്നതിൻ്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അത് ഒരിക്കലും നമ്മുടെ ഈ രാജ്യത്തിന് ഭൂഷണമല്ല, നമ്മുടെ ഭരണഘടനയ്ക്ക് ഭൂഷണമല്ല, ഒന്നുമല്ല. ഈ രീതിയിലേക്ക് പോകും. അങ്ങനെ ആകരുത് ഭാരതം, ഇന്ത്യ അങ്ങനെ ആകരുത്.